ക്ഷേത്രത്തിലെ ആട്ടവും പാട്ടും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ക്ഷേത്രത്തിലുണ്ടായിരുന്ന മാധു തിരുമേനിയുടെ കുഞ്ഞിന്റെ തൊട്ടിലിനടുത്തേക്ക് നീങ്ങുന്നത് കണ്ടു. എന്താണ് കാര്യമെന്നറിയാൻ ഞാൻ അവരെ പിന്തുടർന്നു. അപ്പോൾ ഞാൻ കണ്ടത് ആരും അറിയാതെ അവര് കുഞ്ഞിനെ എടുത്ത് ക്ഷേത്രത്തിന് പുറത്തേക്ക് ഓടുന്ന അവരെയാണ്. ഒട്ടും ശങ്കയില്ലാതെ ഞാനും അവർക്ക് പിന്നാലെ പാഞ്ഞു. ഏയ്, അരുത്! നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? എന്താ എന്താ നിങ്ങൾ കാണിക്കുന്നത്? ആശ്രയം തന്നവരെ ചതിക്കുകയാണോ? കുഞ്ഞിനേക്ക് തരൂ. തരാനല്ലേ പറഞ്ഞത്? നിന്നെ പോലെ 100 പേര് വന്നാലും ഈ കുഞ്ഞിനെ എത്തിക്കേണ്ട സ്ഥലത്ത് ഞാൻ എത്തിച്ചിരിക്കും. ഇങ്ങോട്ട് തരാൻ, കുഞ്ഞിനെ ഇങ്ങോട്ട് തരാൻ. വിടാൻ, കുഞ്ഞിനെ വിടാനല്ലേ പറഞ്ഞത്? നിങ്ങളിപ്പോ ചെയ്യുന്നത് ദേശമംഗലം രാജ്യത്തിനോടുള്ള ചതിയാ. ഇത് ഞാൻ അനുവദിച്ചു തരില്ല. കുഞ്ഞിനെ വിടാനല്ലേ പറഞ്ഞത്? നിന്നെ ഞാൻ എന്റെ കണ്ണതെല്ലാം തമ്പുരാനോട് വിശദീകരിക്കാൻ പോവുകയല്ലേ നീ? എങ്കിൽ കേട്ടോളൂ, ഇനി ഒരിക്കലും നീ മറ്റൊരു കാഴ്ച കാണില്ല. അരുത്, പോവരുത്. ദേശമംഗലത്ത് ദേവിയുടെ ശക്തിയും വരില്ല, തമ്പുരാന്റെ വാഴ്ചയും ഉണ്ടാവില്ല. ദേശമംഗലം വാഴാനെത്തുന്നവർ വേറെ ചിലരാണ്. ഈ കുഞ്ഞ് അവരുടെ മുന്നിലേക്കാ പോകുന്നത്. അരുത്, പോകരുത്, അങ്ങനെ ചെയ്യരുത്, പാടില്ല. കണ്ണുകളുടെ നീറ്റൽ അസഹ്യമായപ്പോ ബോധം കെട്ട് കുറെ നേരം അവിടെ തന്നെ കിടന്നു. പിന്നെ വഴിപോക്കരാണ് വിളിച്ചുണർത്തിയത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ കാഴ്ച എന്നേക്കുമായി എനിക്ക് നഷ്ടപ്പെട്ടുവെന്ന്. പിന്നെന്തുകൊണ്ട് ദേശമംഗലത്തേക്ക് തിരിച്ചു വന്നില്ല? സംഭവിച്ചത് എന്താണെന്ന് ഞങ്ങളോട് പറയാൻ ശ്രമിച്ചില്ല. എങ്ങോട്ട് നീങ്ങണമെന്ന് പോലും അറിയില്ലായിരുന്നു തമ്പുരാൻ. പെട്ടെന്നല്ലേ ഇരുട്ടിലകപ്പെട്ടത്. വഴിപോക്കർ അവരുടെ കൂടെ എന്നെയും കൂട്ടി. അവരുടെ തോളിൽ കൈയിട്ട് നടന്നു. എത്തിച്ചേർന്നതോ ദൂരെ എവിടെയോ ആണ്. പിന്നെ ഇപ്പൊ എന്താ ഇങ്ങനെ ഒരു തിരിച്ചുവരവിന് കാരണം? ദേശമംഗലത്തമ്മയുടെ ചൈതന്യത്തെക്കുറിച്ചും അത്ഭുതത്തെക്കുറിച്ചും നിത്യേന കേൾക്കുന്നുണ്ടായിരുന്നു. വൈദ്യന്മാരാരും പ്രതിവിധിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ക്ഷേത്രനടയിൽ വന്ന് ഭജനമിരിക്കാന്ന് കരുതി. ഒരു പക്ഷേ അമ്മ അനുഗ്രഹിക്കുകയാണെങ്കിൽ എനിക്ക് വീണ്ടും ലോകം കാണാമല്ലോ. ശ്രമിച്ചതൊരു നല്ല കാര്യത്തിനല്ലേ? അതിനമ്മ ശിക്ഷിക്കുകയല്ല, അനുഗ്രഹിക്കുകയുള്ളൂ. അല്ലേ തമ്പുരാൻ? ആദിത്യൻ, ദേശമംഗലം നാടും നാമും ഇനി മുതൽ നിങ്ങളോടൊപ്പമുണ്ട്. ഇന്നു മുതൽ നിങ്ങൾ വെറുമൊരു സഞ്ചാരിയല്ല, ഈ നാടിന്റെ അതിഥിയാണ്. അത്തരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ജ്യേഷ്ഠ, ഇദ്ദേഹത്തിന് ക്ഷേത്രത്തിൽ തങ്ങാനുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്യും. ഇദ്ദേഹം അവിടെ ഇരുന്ന് ദേവി മഹാമായെ പ്രാർത്ഥിക്കട്ടെ. സന്തോഷമായി തമ്പുരാനെ. പഞ്ചമി, ഇദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം പൂജയും കർമ്മങ്ങളും ചെയ്യാൻ തിരുമേനിയോട് പറയണം. പറയാൻ ജ്യേഷ്ഠ. ദേശമംഗലത്തമ്മ അനുഗ്രഹിക്കട്ടെ. അമ്മയുടെ പുതിയൊരു അത്ഭുതം കൂടി ലോകം കാണട്ടെ. അമ്മേ ഭഗവതി. വരൂ. ദേവി മഹാമായയുടെ നടയിലെത്തി അങ്ങ് മനസ്സൊരുക്കി പ്രാർത്ഥിക്കും. ഇങ്ങോട്ടല്ല, അവിടേക്ക്. അമ്മേ ഭഗവതി, നന്മയല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല, പ്രവർത്തിച്ചിട്ടില്ല. എൻ്റെ കർമ്മദോഷം എന്താണെന്ന് എനിക്കറിയില്ല. എന്നോട് പൊറുക്കണേ. ഈ ലോകത്തിലെ സുന്ദരമായ കാഴ്ചകൾ കാണാൻ അടിയനെ അനുവദിക്കണേ. അമ്മേ മഹാമായേ.
കഴിക്കാനുള്ളത് എടുക്കാം. വല്ലാത്തൊരു പരീക്ഷണം അല്ലേ തമ്പുരാട്ടിക്കുട്ടി? അതെ തിരുമേനി. പക്ഷെ അദ്ദേഹം വന്ന് നിൽക്കുന്നത് അമ്മയുടെ നടയിലല്ലേ. എല്ലാം ശരിയാകുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. ശരിയാണ്. ആ വിശ്വാസമാണ് ആദ്യത്തിന് ആദ്യം പകർന്നു കൊടുക്കേണ്ടത്. വിശ്വാസത്തോടെ അപേക്ഷിച്ചാൽ അമ്മ ഉപേക്ഷിക്കില്ല. ഞാൻ അദ്ദേഹത്തിന് ഭക്ഷണം എന്തെങ്കിലും എടുത്തോണ്ട് വരട്ടെ. ആദിത്യൻ, തിരുമേനി. ആ, പ്രാർത്ഥന കഴിഞ്ഞെങ്കിൽ വരൂ, നമുക്ക് അങ്ങോട്ടിരിക്കാം. ആ ആ, വരൂ. ഇരുട്ട് വീണ കണ്ണുകൾക്കുള്ളിലും തെളിമയോടെ ചിലതൊക്കെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് തിരുമേനി. ദേവി വിഗ്രഹം, ദേശമംഗലത്തെ ആളുകളുടെ സന്തോഷം എല്ലാം എനിക്ക് വ്യക്തമാണ്. ഇരുന്നോളൂ. കണ്ണുകളുടെ ഇരുട്ട് നീങ്ങാൻ അധിക സമയം വേണ്ടിവരില്ല. എത്രയോ പേർ മനസ്സിലെ ഇരുട്ട് തന്നെ അകറ്റി ഈ നടയിൽ നിന്ന് യാത്രയാവുന്നു. ഭഗവതിയിൽ വിശ്വാസം അർപ്പിക്കുക. ശുഭമേ വരൂ. എന്റെ പ്രാണൻ തന്നെ ആ വിശ്വാസമാണ്. ഇതാ ഭക്ഷണം, കഴിക്കൂ. ഇവിടെ മുന്നോട്ട് നീങ്ങിയിരുന്നോളൂ. തിരുമേനി, ആദ്യത്തിനു വേണ്ടി പ്രത്യേകം പൂജകൾ നടത്തണം. പൂജാദ്രവ്യങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുവന്നോളാം. എല്ലാം വിശദമായി പറയാം. ഉച്ചപൂജയ്ക്ക് സമയമായി. നാം സ്നാനം കഴിഞ്ഞ് വരാം. അന്ധനായ ഞാൻ തമ്പുരാട്ടിക്കുട്ടിക്ക് ഒരു ബാധ്യതയായല്ലേ? അരുത്, അങ്ങനെയൊന്നും പറയരുത്. ഈ ഒരു തിരിച്ചുവരവിന് വേണ്ടി എത്ര നാൾ ഞാൻ കാത്തിരുന്നെന്നറിയാമോ? എത്ര വേദനിച്ചെന്നറിയാമോ? എന്നിട്ടും കണ്ട മാത്രയിൽ ശകാരവാക്കുകളാണ് ഞാൻ വിളിച്ചു പറഞ്ഞത്. അങ്ങ് പൊറുക്കണം. ശകാരവാക്കുകൾക്കുള്ളിലെ വേദന എനിക്ക് മനസ്സിലാവും. ഒരുപക്ഷെ ഇങ്ങനൊരു യോഗം എന്റെ ജാതകത്തിലുണ്ടാവും. ഞാൻ അങ്ങനെ കരുതിയിട്ടുള്ളൂ. ഈ നടയിൽ വെച്ച് തന്നെ അങ്ങയുടെ കണ്ണുകൾക്ക് കാഴ്ച തിരിച്ചു കിട്ടും. അങ്ങീ ലോകം കാണുന്ന സമയത്ത് അങ്ങയുടെ ഒപ്പം ഞാനും ഉണ്ടാകും. അമ്മ അങ്ങേ അനുഗ്രഹിക്കും. തീർച്ച. തിരുമേനിയാണോ? അതെ. ഉറങ്ങുകയാണോന്ന് സംശയിച്ചു. കണ്ണു തുറന്നിരിക്കുകയാണെങ്കിലും ഉറങ്ങുകയാണെന്ന് കരുതാമല്ലോ അല്ലേ? ഉറങ്ങാനാകുന്നില്ല തിരുമേനി. ഓരോ ചിന്തകൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ഈ മായയിൽ നിന്നും പുറത്തു കടക്കുമെന്നുള്ള വിശ്വാസം നഷ്ടപ്പെട്ടോ? ഒരിക്കലുമില്ല. പ്രപഞ്ചശക്തിയുടെ മുന്നിലാണ് ഞാൻ. അമ്മയുടെ തീരുമാനം എന്തായാലും ഞാനതനുസരിച്ചല്ലേ പറ്റൂ. ഒരുപക്ഷെ പൂർവജന്മത്തിൽ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടാവാം. അതിൻ്റെയാകും ഈ ഇരുട്ട്. എന്തിനു സ്വയം പഴിക്കണം? പരീക്ഷണങ്ങൾ ഉണ്ടാകാത്തത് ആർക്കാണ്? ഭക്തിയുടെ യഥാർത്ഥ അർത്ഥം അങ്ങനെയല്ലേ ആളുകൾ അറിയുന്നത്? ഇപ്പൊ തന്നെ അങ്ങ് നോക്കൂ. ഒരു നാട്, ആ നാടിന്റെ അധികാരി, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സഹോദരി, ഇവരൊക്കെ അങ്ങയ്ക്ക് വേണ്ടി മനമുരുകി പ്രാർത്ഥിക്കുന്നു. എനിക്കറിയില്ല, ദേശങ്ങളായ ദേശങ്ങളിൽ ഏതെങ്കിലും ഒരാൾക്ക് വേണ്ടി ഇങ്ങനൊരു പ്രാർത്ഥന നടന്നിട്ടുണ്ടാകുമോ എന്ന്. ഉണ്ടായിരിക്കില്ല. ദേശമംഗലത്തിന്റെ തമ്പുരാന്റെ കാരുണ്യവും തമ്പ്രാട്ടിക്കുട്ടിയുടെ കുലീനമായ പെരുമാറ്റവും ഇതെല്ലാം ഈ ജന്മത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. ക്ഷേത്ര വളപ്പിലെത്തുന്ന ഓരോരുത്തരും ആദിത്യനെ കുറ്റം പറയാൻ മത്സരിച്ചപ്പോഴും അമ്മയുടെ നടയിൽ നിന്നുകൊണ്ട് ആദിത്യനെ ന്യായീകരിച്ചത്
പഞ്ചമി മാത്രമാണ്. എത്രയോ തവണ എന്നോട് തന്നെ പറഞ്ഞിരിക്കുന്നു. എന്താ കാരണം? ആദിത്യൻ തെറ്റ് ചെയ്യില്ല എന്ന അടിയുറച്ച വിശ്വാസം. ഭാഗ്യം, ഒരാളെങ്കിലും അങ്ങനെ വിശ്വസിച്ചല്ലോ. അങ്ങ് പേടിക്കണ്ട, എല്ലാ വിശേഷ പൂജകളും ഞാൻ നടത്തുന്നുണ്ട്. അമ്മയുടെ തിരുമുന്നിൽ അമ്മയെ തൊട്ട് മനമുരുകി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്റെ മകളെ രക്ഷിക്കാൻ പോയിട്ടാണല്ലോ അങ്ങ് ഈ നിലയിലായത്. അങ്ങയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ ഒരുക്കമാണ്. എല്ലാവരുടെയും സ്നേഹത്തിന് നന്ദി. ഈ സ്നേഹത്തിന്റെ കുളിർമയിൽ നിൽക്കുമ്പോഴും ഒരുപക്ഷെ കണ്ണുകളിലെ ഇരുട്ട് പോലും ഞാൻ വല്ലാതെ ആസ്വദിക്കുന്നു. ജീവിതം സുന്ദരം തന്നെയാണ് തിരുമേനി, സംശയമില്ല. ആദിത്യൻ ഇനി ഒരിക്കലും തിരിച്ചു പോകാൻ ചിന്തിക്കില്ലല്ലോ അല്ലേ? അറിയില്ല. പക്ഷെ നമുക്കറിയാം, അങ്ങനൊരു തീരുമാനം ആദിത്യന്റെ മനസ്സിൽ ഉറച്ചു കഴിഞ്ഞു. വേരുകൾ ഭൂമിയിൽ താഴ്ന്നൊരു വൃക്ഷത്തിന് പിന്നെ സഞ്ചാരമില്ലല്ലോ. പറയുന്നതുകൊണ്ട് അപ്രിയമൊന്നും തോന്നരുത്. സത്യത്തിൽ ആ ഗായകനെ ക്ഷേത്രനടയിൽ ഇരുത്തിയിരിക്കുന്നത് ശരിയായ കാര്യമാണോ? അതിലെന്താണ് തെറ്റ്? നമ്മളെല്ലാം വിധിയിൽ വിശ്വസിക്കുന്നവരല്ലേ? ഗായകൻ കുഞ്ഞിനെ കൊണ്ടുപോയ സ്ത്രീയുടെ പുറകെ ചെന്നത് നല്ല കാര്യമാണ്, അതിലെനിക്ക് തർക്കമില്ല. പക്ഷെ അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്തിട്ടും അയാളുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. അതിന് അങ്ങൊന്നും മനസ്സിരുത്തി ആലോചിച്ചാൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. ഗായകന് കിട്ടിയ ശിക്ഷ തടസ്സം നിൽക്കാൻ പോയതിലല്ല, അയാൾ പണ്ടെങ്ങോ ചെയ്തു പോയ ഏതോ പാപത്തിന്റെ പ്രതിഫലമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യങ്ങൾ ഇങ്ങനെ വളച്ചൊടിക്കാൻ അങ്ങേക്ക് എങ്ങനെ തോന്നുന്നു? ദേശമംഗലത്തമ്മ സർവശക്തയല്ലേ? കാഴ്ച തിരിച്ചു കൊടുക്കാനുള്ള ഉദ്ദേശമുണ്ടായിരുന്നെങ്കിൽ അങ്ങ് വിശ്വാസ പ്രമാണങ്ങളെയും ചോദ്യം ചെയ്യണോ? അല്ല തമ്പുരാൻ, ഞാൻ ദേശമംഗലത്തമ്മയുടെ പെരുമയിലും അങ്ങയുടെ പ്രശസ്തിയിലും വിശ്വസിക്കുന്നു. ഇപ്പൊ ദേശമംഗലത്തെ ജനങ്ങൾക്ക് പറയാനുള്ളത് മുഴുവൻ അമ്മയുടെ അത്ഭുത കഥകളാണ്. ഇനി ക്ഷേത്രനടയിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചാലും ഗായകന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടിയില്ലെങ്കിലോ? അതേ ആളുകൾ സംശയാലുക്കളാവില്ലേ? അമ്മയുടെ ശക്തി ചോദ്യം ചെയ്യപ്പെടില്ലേ? അയാളെ ക്ഷേത്രനടയിൽ നിന്നും പറഞ്ഞയക്കണമെന്നാണ് എന്റെ അഭിപ്രായം. പറഞ്ഞതിൽ തെറ്റുണ്ട്. ദേശമംഗലത്തമ്മയുടെ നടയിൽ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ഫലസിദ്ധി ഉണ്ടാവുന്നില്ലേ? ഉപവാസം ഇരിക്കുന്നവർക്ക് ബലം ഉണ്ടാവുന്നില്ലേ? ഇവിടെ മാത്രമല്ലല്ലോ, എത്രയോ ക്ഷേത്രനടയിൽ ഭക്തർ ഈശ്വരനെ പ്രാർത്ഥിച്ചിരിക്കുന്നു, അവരുടെ ആവശ്യങ്ങൾ നിവർത്തിക്കുന്നു. അതൊക്കെ വേണ്ടെന്നാണോ അങ്ങയുടെ പക്ഷം? അല്ല, രാജ്യത്തിന്റെ നന്മയെ കരുതി ഞാൻ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. രാജ്യനന്മയെ കരുതി എന്തും ചിന്തിക്കാമെന്നുണ്ടോ? ഉണ്ടോ ഏട്ടൻ തമ്പുരാൻ? ഇതിനൊന്നും തർക്കിക്കേണ്ട കാര്യമില്ല കുട്ടി. അയാൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. ദേശമംഗലത്തമ്മ കൈവിടില്ലാന്ന് അയാളെ സമാധാനിപ്പിക്കൂ. ശരി, ഞാൻ ക്ഷേത്രത്തിലേക്ക് പോകുന്നു. ജ്യേഷ്ഠ, അങ്ങ് കാര്യങ്ങൾ കുറച്ചുകൂടി നല്ല രീതിയിൽ ഗ്രഹിക്കാൻ ശ്രമിക്കൂ. കൂടുതൽ അബദ്ധങ്ങൾ ഉണ്ടാവാതിരിക്കാനാ നാം പറയുന്നത്. അമ്മേ മഹാമായേ, തിരുമേനി, ആദിത്യൻ എവിടെ തിരുമേനി? അത് എന്തു പറ്റി? ആദിത്യൻ എവിടെയെങ്കിലും കാണുന്നില്ലല്ലോ. തമ്പുരാട്ടിക്കുട്ടി ക്ഷമിക്കണം, അഹിതമായ ചില കാര്യങ്ങൾ ഇന്നിവിടെ ഉണ്ടായി. എന്താ? എന്തു പറ്റി? നട തുറക്കുന്നതിന് മുമ്പേ ശിവശങ്കരൻ തമ്പുരാൻ ഇവിടെ വന്നിരുന്നു. അന്ധതയുമായി ആദിത്യൻ ഇവിടെ തുടർന്നാൽ അത് ദേശമംഗലത്ത് അമ്മയെക്കുറിച്ചുള്ള ഖ്യാതിക്ക് മങ്ങലേൽപ്പിക്കുമെന്ന് പറഞ്ഞു. മാത്രമല്ല, ദേശമംഗലത്തെ പ്രജയല്ലാത്തൊരാളെ ക്ഷേത്രത്തിൽ സംരക്ഷിക്കുന്നതിന് പരിധികളുണ്ടെന്നും പറഞ്ഞു. എല്ലാം കേട്ട് ആദിത്യൻ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഏട്ടൻ തമ്പുരാൻ അങ്ങനെ പറയാൻ എന്താണ് അധികാരം? ദേവി ഭഗവതിയുടെ മുമ്പിൽ വരുന്നവരുടെ ദേശവും സ്ഥാനവും നോക്കേണ്ട കാര്യമുണ്ടോ? അമ്മ
അമ്മയുടെ മുമ്പിൽ ഭക്തന്മാർ മാത്രമല്ലേ ഉള്ളൂ? പറഞ്ഞു മനസ്സിലാക്കാൻ നാം ശ്രമിച്ചു, പക്ഷേ കേൾക്കാൻ തയ്യാറായില്ല. എന്നിട്ട് ആദിത്യൻ എങ്ങോട്ട് പോയി? ശിവശങ്കരൻ തമ്പുരാൻ മടങ്ങിയതിനു ശേഷം അല്പം വേദനയോടെ എന്നോട് സംസാരിച്ചു. നാടിനും തമ്പുരാനും ദേവി മഹാമായയ്ക്കും വേണ്ടി പുറപ്പെടുക തന്നെയാണ് നല്ലതെന്ന് തീരുമാനിച്ചെന്ന്. തമ്പുരാട്ടിക്കുട്ടി വരുന്നതുവരെ കാത്തു നിൽക്കാൻ ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ല. അപ്പൊ തന്നെ പുറപ്പെട്ടു. എങ്ങോട്ടാണ്? ഏത് ദിക്കിലേക്കാണ് പോയതെന്നെങ്കിലും അറിയാമോ? ഇല്ല. അന്ധനായ ഒരാൾക്ക് എത്ര ദൂരം പോവാൻ കഴിയും? അധിക ദൂരം പോയിട്ടുണ്ടാവില്ല. ഇല്ല, അദ്ദേഹം ഈ ദേശമംഗലം വിട്ടു പോകാൻ പാടില്ല. അദ്ദേഹം ഈ നാട്ടിലേക്ക് തന്നെ തിരിച്ചെത്തണം. അദ്ദേഹത്തിന്റെ കാഴ്ച അമ്മ തിരിച്ചു കൊടുക്കും. അതിൽ എനിക്കൊരു സംശയവുമില്ല. ഞാൻ പുറപ്പെടുകയാണ് തിരുമേനി. അദ്ദേഹവുമായിട്ട് ഞാൻ ഈ നടയിലേക്ക് ഇനി തിരിച്ചു വരും. തമ്പുരാട്ടിക്കുട്ടി, എന്റെ ദേവി ഉപാസന സത്യമാണെങ്കിൽ, എന്റെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടെങ്കിൽ, അമ്മയുടെ അനുഗ്രഹത്തോടെ ഞാൻ അദ്ദേഹത്തെ കണ്ടെത്തിയിരിക്കും. അതെ, കണ്ണു കാണാത്തൊരാൾ ഇതുവഴി എങ്ങാനും വരുന്നത് കണ്ടോ? തമ്പുരാട്ടി ഉദ്ദേശിക്കുന്നത് ഒരു അച്ഛനെയും മോനെയാണോ? ഇല്ല, അദ്ദേഹം വിവാഹം കഴിച്ചിട്ടില്ല. കുറച്ചു നേരം മുമ്പ് ഇതുവഴി ഒരു ബാലനും ഒരാളും പോകുന്നുണ്ടായിരുന്നു. ബാലന്റെ തോളിൽ വെച്ചിരുന്ന ഒരു വടിയില അയാൾ പിടിച്ചു നടന്നിരുന്നത്. കണ്ടപ്പോ അച്ഛനും മോനും ആണെന്ന് തോന്നി. അതിൽ അച്ഛനെ കണ്ണു കാണാൻ പാടില്ലെന്നും മനസ്സിലായി. ആട്ടെ, അവരേത് വഴിക്കാണ് പോയത്? ഇതുവഴിയാ പോയത്. അതെ, പ്രണാമം തമ്പുരാട്ടി. കണ്ണു കണ്ടുകൂടാത്ത ഒരാളും ഒരു കുട്ടിയുമായി ഇതുവഴി നടന്നു പോകുന്നതെങ്ങാനും കണ്ടായിരുന്നോ? കണ്ടു. കുറച്ചു മുമ്പ് പോയതേ ഉള്ളൂ. എന്താ തമ്പുരാട്ടി? കണ്ണു കണ്ടുകൂടാത്ത ആള് ചെറുപ്പക്കാരനാണോ? അതെ, നല്ല തേജസ്സുള്ള ഒരാൾ. ഇങ്ങനെ ഒരു യോഗം വന്നല്ലോ എന്ന് ഞാൻ ചിന്തിക്കുകയും ചെയ്തു. ഒരുപാട് ദൂരം നടന്നു കാണുമോ? ഇല്ല തമ്പുരാട്ടി, കുറച്ചേ ആയുള്ളൂ. ഏത് വഴിയാണ് പോയത്? ദേ ഇതുവഴി. ആദിത്യൻ, അങ്ങേ ദേശമംഗലം വിട്ട് പോവുകയാണോ? എന്തുപറ്റി? ദേശമംഗലത്തെ ജനങ്ങളുടെ ഉപചാരങ്ങളിലും ദേശമംഗലത്തെ ദേവിയുടെ ശക്തിയിലും വിശ്വാസം നശിച്ചുപോയോ? രണ്ടുമല്ല, ഇതെന്റെ വിധിയാണ്. ഞാൻ അംഗീകരിക്കുന്നു. ഇനിയുള്ള എന്റെ ജീവിതം ഇരുട്ടാണെന്ന് എനിക്ക് ബോധ്യമായി. ആര് പറഞ്ഞു? ദേശമംഗലത്തമ്മയ്ക്ക് അസാധ്യമായി ഒന്നുമില്ല. അങ്ങയുടെ കാഴ്ച നഷ്ടപ്പെട്ടത് നല്ലൊരു പ്രവൃത്തിക്ക് ശ്രമിച്ചതുകൊണ്ടാണ്. അതൊരിക്കലും അമ്മ തിരിച്ചറിയാതിരിക്കില്ല. കുട്ടി പൊയ്ക്കോളൂ. പഞ്ചമി തമ്പുരാട്ടി, അന്ധതയുള്ളവർ നമ്മുടെ നാട്ടിൽ എത്രയോ ഉണ്ട്. അവർക്കൊക്കെ ദൈവമുണ്ടല്ലോ. എന്നിട്ടെന്തേ അവർക്ക് കാഴ്ച കിട്ടാത്തത്? ഈ നാട്ടിൽ നിന്ന് പോകാൻ വേണ്ടിയുള്ള ന്യായം പറയുകയാണോ? അതോ എന്നെ തർക്കിച്ച് തോൽപ്പിക്കുകയാണോ? ഞാൻ ആ നടയിലിരിക്കുകയാണെങ്കിൽ ക്ഷേത്രത്തിൽ വരുന്നവർ മുഴുവൻ അതിനെക്കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്. എനിക്ക് കാഴ്ച തിരിച്ചു തരാത്ത ദേശമംഗലത്തമ്മയെക്കുറിച്ച് മതിപ്പ് കുറയും. അത് ദേശത്തിന് ദോഷമല്ലേ? ദേവിക്ക് അപമാനമല്ലേ? ഒന്നോർക്കുക, പൊരുതുക മാത്രമല്ല, ഒഴിഞ്ഞു മാറുകയും ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ അത്യാവശ്യമാണ്. ഇല്ല, എത്ര തർക്കങ്ങൾ കൊണ്ട് എന്റെ വാ മൂടി കെട്ടിയാലും അങ്ങേ പോകാൻ ഞാൻ അനുവദിക്കില്ല. അത് തമ്പുരാട്ടിയുടെ നല്ല മനസ്സ്. പക്ഷേ നിർവാഹമില്ല, എനിക്ക് പോയേ പറ്റൂ. ഞാൻ അനുവദിക്കില്ല.
ഞാൻ പോകും. ഞാൻ വിടില്ല. അരുത്, എന്നെ ദയവ് അനുസരിച്ച് ചെയ്ത് എന്നെ പറ്റൂ. വിടണം. വരൂ. എന്താ അരുത്. വരൂ. എന്ത് പറ്റി? ദേശമംഗലത്തെ ജനങ്ങൾ സ്വസ്ഥരാണെന്നാണല്ലോ കേട്ടത്. പിന്നെന്താ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴിമധ്യത്തിൽ ഒരു തർക്കം? ആര് പറഞ്ഞു ഞങ്ങൾ ഭാര്യയും ഭർത്താവുമാണെന്ന്? ഇദ്ദേഹം ദേശമംഗലത്ത് അഭയം തേടി വന്ന ഒരു ഗായകനാണ്. ഇദ്ദേഹത്തിന് കാഴ്ച നഷ്ടപ്പെട്ടു. ദേവി നടയിൽ പ്രാർത്ഥനയിലിരിക്കാൻ പറഞ്ഞതാണ്. അത് മാനിക്കാതെ പോവുകയാണ്. അതെന്തു പറ്റി? ഏതോ മുജ്ജന്മത്തിന്റെ ശിക്ഷയാണ് എനിക്ക് കിട്ടിയതെങ്കിൽ ആരും ദേവിയെ കുറ്റം പറയരുതല്ലോ. അത് ശരിയാണ്. പ്രാർത്ഥിക്കുന്ന ദേവിക്ക് ശക്തിയില്ലെങ്കിൽ പിന്നെ പ്രാർത്ഥന കൊണ്ട് എന്ത് ഫലം? ദേവിയുടെ ശക്തി അങ്ങാണോ നിശ്ചയിക്കുന്നത്? ഫലത്തിൽ കാണുന്നതിൽ വിശ്വസിക്കാൻ പറ്റൂ. അപ്പൊ പിന്നെ പറയാതിരിക്കുന്ന എങ്ങനെ? ഓരോന്നിനും ഓരോ സമയമില്ലേ? അതെ, ആ വാക്ക് പലപ്പോഴും ഒരു ഒഴിഞ്ഞുമാറലാണ്. ദേവിയുടെ ശക്തി അങ്ങ് തീരുമാനിക്കണ്ട. എങ്കിൽ ദേവി അയാൾക്ക് കാഴ്ചശക്തി കൊടുക്കട്ടെ. മതി, തർക്കം നിർത്തൂ. ഇവരുടെ കാര്യങ്ങൾ എന്തായാലും നാം പരിഹരിച്ചോളാം. ആയിക്കോളൂ. അപ്പൊ പിന്നെ നമ്മുടെ കൂട്ട് ആവശ്യമില്ലല്ലോ. നാം നടക്കാം. അയ്യോ, അദ്ദേഹം നടന്നു പോകുന്നു. ഞങ്ങളുടെ കാര്യത്തിന് എന്തിനാണ് നിങ്ങൾ വഴക്കിടുന്നത്? തർക്കങ്ങളെല്ലാം വഴക്കല്ല, ചിലത് വെളിപാടുകളാണ്. ആട്ടെ, നിങ്ങളുടെ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ.